നടനും എംപിയുമായ ശ്രീ ഇന്നസെന്റ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഇന്നസെന്റ്, അദ്ദേഹം ഒരു നടൻ എന്നതിനേക്കാൾ ഉപരി രോഗം മൂർച്ഛിച്ചപ്പോഴും അദ്ദേഹം സോഷ്യൽ മീഡിയകളടക്കം സജീവമായിരുന്നു. ഈ രോഗത്തിനെതിരെ ഉള്ള സന്ദേശങ്ങളും ഒക്കെയായി ഒരു പോസിറ്റീവ് എനർജി തന്നെയായിരുന്നു ജിഷ്ണു എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം. എങ്ങനെ ഓർക്കുന്നു അദ്ദേഹത്തെ? തീർച്ചയായിട്ടും എനിക്ക് ജിഷ്ണുവിനെ പരിചയപ്പെടുന്നതിനേക്കാളൊക്കെ വളരെ കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ പിതാവ് മിസ്റ്റർ രാഘവൻ, അദ്ദേഹം 40-43 കൊല്ലങ്ങൾക്ക് മുമ്പ് മദ്രാസിൽ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഞാനും നടക്കുന്ന കാലത്ത് അദ്ദേഹം സിനിമയിൽ അന്ന് ഹീറോ ആണ്. ചെമ്പരത്തി, അതുപോലെ നൃത്തശാല, ആ സിനിമകളിലൊക്കെ. അതിനുശേഷം കാലങ്ങൾ കഴിഞ്ഞു അദ്ദേഹം വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന് മകനുണ്ടായി, മിസ്റ്റർ ജിഷ്ണു. ആ ജിഷ്ണുവിന്റെ കൂടെ ഞാൻ അഭിനയിച്ചു നമ്മൾ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത്. ഇത്രയും ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഒക്കെ ഇത്രയും നന്നായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്രയും നന്നായിട്ട് അദ്ദേഹം പെരുമാറി. അതുപോലെ തന്നെ നമ്മൾ എന്ന സിനിമയിൽ അദ്ദേഹം വളരെ നന്നായിട്ട് അഭിനയിച്ചു. കമൽ എന്ന് പറയുന്ന സംവിധായകനാണ് എന്നെ ജിഷ്ണുവിനെ പരിചയപ്പെടുത്തി തന്നതൊക്കെ. പക്ഷേ വളരെ അടുത്ത് തന്നെ അദ്ദേഹത്തിന് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും 10-25 സിനിമകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിന് അർബുദം, ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നു. ആ രോഗം വന്നതിന് ശേഷം ഞാൻ ഡോക്ടർ ഗംഗാധരനെ കാണുമ്പോൾ ഞാൻ ചോദിക്കും, എങ്ങനെയുണ്ട് ജിഷ്ണുവിന്റെ കാര്യം, നമുക്ക് നോക്കാം എന്നേ അദ്ദേഹം എന്നോട് പറയാറുള്ളൂ. എന്തായാലും നമുക്ക് ശ്രമിക്കാം, കുഴപ്പം വരില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ പറയും. പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാൻ ജിഷ്ണുവിനെ കണ്ടപ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാം, വളരെ ക്ഷീണിതനായി. ഈ അടുത്ത കാലത്ത് ഒരുമിച്ച് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ശബ്ദം വരെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. എന്നിട്ടും എന്നെ അദ്ദേഹം ആശ്വസിപ്പിക്കുകയായിരുന്നു, ചേട്ടാ ധൈര്യമായിട്ടിരിക്കുക, ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ധൈര്യം തന്ന ഒരാളാണ് ഞാൻ. അപ്പോഴാണ് ഞാൻ ജിഷ്ണുവിന്റെ ധൈര്യത്തെ പറ്റി, അദ്ദേഹത്തിന്റെ മനഃശക്തിയെ പറ്റി ഞാൻ ഓർത്തത്. എന്തായാലും മലയാള സിനിമയില് ഒന്നും ആവാൻ പറ്റിയില്ല എന്ന് പറയുന്നതിന്റെ ഒരു വിഷമം, ജീവിതം കുറച്ചുകൂടെ പൂർത്തിയാക്കാൻ സാധിക്കാതെ നമ്മളിൽ നിന്നൊക്കെ വിട്ടുപോയ ജിഷ്ണുവിനെ ഓർത്ത് നമുക്ക് ദുഃഖിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരാം എന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാം. വളരെ നന്ദി ശ്രീ ഇന്നസെന്റ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിനാൽ. ഞങ്ങളുടെ